6,49,907 രജിസ്റ്റർ ചെയ്ത ക്ഷേത്രങ്ങളുണ്ട്. രജിസ്റ്റർ ചെയ്യാത്ത ക്ഷേത്രങ്ങൾ ഏതാണ്ട് 1-2 ലക്ഷം വേറെയുണ്ട്. ഈ ക്ഷേത്രങ്ങളിലെ പൂജാരിമാരും പ്രാർത്ഥിക്കുന്നവരും എല്ലാമായിട്ട് ഈ രാജ്യത്തെ ജനസംഖ്യയിൽ ഇപ്പോൾ എൻ്റെ നാട്ടിൽ കൊട്ടിയൂർ ഉത്സവത്തിൽ ലക്ഷങ്ങളാണ് മെനക്കെട്ടിട്ട് അവിടെ എല്ലാ തൊഴിലും കൂലി ഉപേക്ഷിച്ചിട്ട് അവിടെ വരുന്നത്, ശബരിമലയിൽ പോകുന്നതൊക്കെ. ഇത്രയും മനുഷ്യരുടെ അധ്വാനത്തിൻ്റെ നഷ്ടവും നികത്തിയിരുന്നത് തന്നെ ഇന്ത്യ സമ്പന്ന രാജ്യമായിരുന്നു എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അമ്പലത്തിലെ സാംസ്കാരിക സമ്മേളനത്തിൽ പോയി പ്രസംഗിച്ചു. അടികിട്ടാതെ പോകുന്നത് ഭാഗ്യം. ഞാൻ പറഞ്ഞു വന്നത്, ഈ ക്ഷേത്രങ്ങൾ, പള്ളിയുടെ എണ്ണം വേറെയുണ്ട്, ചർച്ചിൻ്റെയും മോസ്കിൻ്റെയും എണ്ണം വേറെയുണ്ട്, ചെറുകിട പൂജാതി കർമ്മങ്ങൾ. മിക്ക വീട്ടിലും ഇപ്പോൾ പൂജാമുറികളുണ്ടല്ലോ. അവിടെയൊക്കെ കണ്ണൂർ താഴെ ചൊവ്വയിൽ നിന്ന് മേലെ ചൊവ്വയിലേക്ക് പോകുന്ന വഴിയിൽ 250 രൂപയ്ക്ക് സരസ്വതിയെ കിട്ടും, 300 കൊടുത്താൽ ഗണപതിയെ കിട്ടും. അതുകൊണ്ട് എല്ലാ വീട്ടിലും ഇപ്പോൾ പൂജാമുറികളും പ്രാർത്ഥനകളൊക്കെയാണ്. ഒരു ദിവസം ഒരു ദൈവം തുള്ളി ഓടുന്നത് ഞാൻ കണ്ടു. ഞാൻ ഒരു ജനപ്രതിനിധിയാണ്. എൻ്റെ ഡിവിഷനിലുള്ള ജില്ലാ പഞ്ചായത്തിലെ ഡിവിഷനിലുള്ള റോഡിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കാൻ അവിടുത്തെ ഓവർസിയർ വരാനിട്ട് ഞാൻ അയാളെ വീട്ടിൽ രാവിലെ പോയി. അയാൾ നല്ല തടിയനാണ്, ഒരു കുമ്പക്കൊടലാണ്. അയാൾ ഉണർന്നിട്ടുണ്ട്, പക്ഷെ ഇവിടെ ഉണ്ട്, എവിടെയാണെന്ന് കാണുന്നില്ലെന്നോ. അദ്ദേഹത്തിൻ്റെ അമ്മ കുളിച്ച് ഈറനണിഞ്ഞ് തലയിലൊരു തോർത്തും ചുറ്റി കോണിപ്പടിയുടെ ചുവട്ടിലിരുന്നിട്ട് ഇതിന് പൂജ ചെയ്യുക. ആ പൂജ ചെയ്യുന്നതിനിടയിൽ ഒരു അവതാളം ഞാൻ കേട്ടു, ഒരു പൊട്ടലും ചീറ്റലും കേട്ടു. നോക്കുമ്പോൾ ഈ കോണിപ്പടിയുടെ തൊട്ടപ്പുറത്തുള്ള ടോയ്ലറ്റിൽ ഇരുന്നിട്ട് ഇയാൾ അതിൻ്റെ അകത്തുള്ള ശബ്ദമാണ് ഈ പൂജയുടെ ഇടയിൽ. ദൈവമായിരുന്നുവെങ്കിൽ, ഉണ്ടായിരുന്നുവെങ്കിൽ അവിടുന്ന് തുള്ളി കൂടുമായിരുന്നു. ഈ കാര്യവും ഞാൻ പറയാറുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇത്രയും ക്ഷേത്രങ്ങളും ഇത്രയും കൃതികളും പാരായണങ്ങളും വേദങ്ങളും ഉപനിഷത്തുകളൊക്കെ ഉണ്ട് നമ്മുടെ രാജ്യത്ത്. കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നതിന് 1000 വർഷം മുമ്പ് നളന്ദയും തക്ഷശിലയും സർവകലാശാലയും ഉണ്ടായിരുന്നു ഇവിടെ. കഴിഞ്ഞ ദിവസം കൽഹണൻ്റെ ഒരു പുസ്തകം എനിക്ക് കിട്ടി. കൊറ്റിയത്ത് സദാനന്ദൻ എന്ന് പറയുന്ന ആളാണ് എനിക്ക് തന്നത്. ആ പുസ്തകത്തിലാണ് കാശ്മീരിലെ ശാരദാ സർവകലാശാലയെ പറ്റി മനസ്സിലായി. അവിടെ പോയി പഠിച്ചിട്ടാണ് ജഗദ്ഗുരു ആദിശങ്കരൻ കർണാടകത്തിൽ ശാരദാ പീഠം ഉണ്ടാക്കിയത് എന്ന പുസ്തകത്തിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട്. അത്തരത്തിലുള്ള സർവകലാശാലകൾ ഉണ്ടായിരുന്നു. ഉപനിഷത്തുകൾ 18 പുരാണങ്ങളിലെ 25,000 പേരുണ്ട്. ഈ പേരുകളെല്ലാം ഇനിയിപ്പോൾ പുരാണത്തിലെ പേര് സിനിമക്കിടാൻ പറ്റില്ല എന്നൊരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു അല്ലേ? ജനത്തിനിടാൻ പറ്റില്ല. കാരണം പേരിട്ട് ഇനിയിപ്പോൾ ജപ്പാനീസ് ചൈനീസ് പേരുകൾക്ക് ഇറക്കുമതി ചെയ്യേണ്ടി വരും. കാരണം സിനിമയിലിട്ടാൽ ആ സിനിമക്ക് സെൻസർ ബോർഡ് കട്ടാൽ. സുരേഷ് ഗോപിയുടെ സിനിമയായാൽ പോലും സെൻസർ ബോർഡ് അനുവാദം കൊടുക്കുന്നില്ല എന്നുള്ളൊരവസ്ഥ വന്നാൽ പിന്നെ സാധാരണക്കാരൻ എടുത്താൽ എന്തായിരിക്കും അവസ്ഥ? ജാനകിയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോവുക. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ആ 18 പുരാണങ്ങളിൽ ഏതാണ്ട് 10-25,000 പേരുകളുണ്ടല്ലോ. ആ പേരിൻ്റെ പേരിലാണല്ലോ പിന്നെ ബാക്കി എല്ലാവർക്കും പേരിട്ടത്. അതിനു മുമ്പ് പേരില്ലല്ലോ. ഈ ലോകത്ത് സകലത്തിനും പേര് കൊടുത്ത മനുഷ്യനാണ്. ദൈവത്തിനും പേര് കൊടുത്ത മനുഷ്യനാണ്. ഭൂമിക്കും ആകാശത്തിനും എല്ലാറ്റിനും പേര് കൊടുത്ത മനുഷ്യനാണ്. മനുഷ്യൻ വരുന്നതിന് മുമ്പ് ഈ ലോകത്തിൽ ഒന്നിനും പേരുണ്ടായിരുന്നില്ല. ഇത്രയും പേരുകൾ ഉണ്ടാക്കി. ധൃതരാഷ്ട്രർ 100 മക്കൾക്ക് പേരിട്ട് തന്നെ ഇപ്പൊ 2 മക്കൾക്ക് പേരിടാൻ വേണ്ടിയിട്ട് എത്ര നെറ്റിലാ തപ്പുന്നു? 100 മക്കൾക്ക് പേരിട്ടു ധൃതരാഷ്ട്രർ, അല്ലേ? ഒന്നും ആവർത്തിക്കാതെ ഇടുകയും ചെയ്തു. അത്രയും പേരിട്ടവർ. നമ്മുടെ ഇംഗ്ലീഷ് മരുന്നും മെന്റലിയത്തിന്റെ പട്ടികയും 104 മൂലകങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിന് 1000 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിലെ മരങ്ങളുടെയും ചെടികളുടെയും വള്ളികളുടെയും പൂക്കളുടെയും ഇലയും തൊലിയും പൂവും കായും വേരും തണ്ടും ലാബറട്ടറി ഇല്ല, മൈക്രോസ്കോപ്പ് ഇല്ല, ഒന്നുമില്ലാതെ വായിലിട്ട് ചവച്ചരച്ച് നോക്കിയിട്ടാണ് കഷായവും അരിഷ്ടവും ലേഹ്യവും വടകവും ഗുളികയും തൈലങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചത്. ചരകനും സുശ്രുതനും സഞ്ജീവിനിയും. അതൊരു ചെറിയ ബുദ്ധിയൊന്നുമല്ല, അപാര ബുദ്ധിയായിരുന്നു. ഇത്രയും ബുദ്ധിമാന്മാരുള്ള നമ്മുടെ രാജ്യത്ത് ഒറ്റൊരു ചോദ്യം, ഈ കാടുകളിലെ ഏതെങ്കിലും ഒരു വസ്തു ഇന്ത്യയെ കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിക്കുക. അവിടെയാണ് ഈ ബുദ്ധിയെ സനാതനം എന്ന് പറഞ്ഞിട്ട് കുടുക്കിക്കടത്തിയിട്ട് അധുനാതനത്തിലേക്ക് കൊണ്ടുപോകാതിരുന്ന പുരോഹിത വർഗമാണ് ഈ രാജ്യത്തിൻ്റെ ശത്രു.
ഈ ഹാളിൽ ഈ മൈക്ക് കണ്ടുപിടിച്ചത് ഇന്ത്യയിലല്ല, എൻ്റെ വാച്ച് കണ്ടുപിടിച്ചത് ഇന്ത്യയിലല്ല, കണ്ണട കണ്ടുപിടിച്ചത്, പേന കണ്ടുപിടിച്ചത്, കടലാസ് കണ്ടുപിടിച്ചത്, അച്ചടി കണ്ടുപിടിച്ചത്, ബൾബ് കണ്ടുപിടിച്ചത്, ഫാന് കണ്ടുപിടിച്ചത്, കാറും ലോറിയും കണ്ടുപിടിച്ചത്, ക്യാമറ കണ്ടുപിടിച്ചത് ഒന്നും ഇന്ത്യയിലല്ല. ഇത്രയും വിവരമുണ്ടായിട്ട് സനാതനികളോട് ഞാൻ എല്ലായിടത്തും ചോദിക്കുക, എന്തുകൊണ്ട് ആധുനികമായി മനുഷ്യൻ ഉപയോഗിക്കുന്ന ഒന്നുപോലും ഇന്ത്യയിൽ കണ്ടുപിടിച്ചതല്ല? എല്ലാം അങ്ങന്ന് കണ്ടുപിടിച്ചു വന്നു. വിസ്റ്റം എറൈസ് ഫ്രം ഈസ്റ്റ് എന്നാ പറഞ്ഞിരുന്നത്. വിവേകം കിഴക്ക് നിന്നാണ് ഉദിക്കുന്നതെന്ന് പാശ്ചാത്യര് പറഞ്ഞിരുന്നു. സംഭവം നമ്മുടെ ജ്ഞാനത്തിന്റെ വികാസ പ്രക്രിയ ഭാരതത്തിൽ തടഞ്ഞു വെച്ച പുരോഹിതന്മാരാണ് ഈ രാജ്യത്തിന്റെ സകലമായ ദയനീയാവസ്ഥയുടെയും കാരണക്കാർ. ഈ സത്യം വിളിച്ചു പറയാൻ നമുക്ക് ധൈര്യം വേണം. സന്യാസിമാരെയും പുരോഹിതന്മാരെയും രണ്ടും രണ്ടായി കാണണം കേട്ടോ. സന്യാസിമാരെന്ന് പറഞ്ഞാൽ കഞ്ചാവ് അടിച്ചിട്ട് കുംഭമേളക്ക് പോയിട്ട് വീട് തിരയുന്നവരെ കുറിച്ചല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ശങ്കരാചാര്യര് പോലും പറഞ്ഞിട്ടുണ്ട്, അതിന്റെ അവസാനം പറഞ്ഞത് ഉദരനിമിത്തം ബഹുകൃതവേഷം എന്നാണ്. മൊട്ടയടിച്ചിട്ടും മുടി കത്തിച്ചിട്ടും ജട പിടിച്ച മുടിയുമായി നടന്നിട്ടൊക്കെ ഒരുപാട് സന്തോഷ് മാധവൻ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ സമ്യക്കായി നശിക്കുന്നവർ സ്വന്തം സുഖഭോഗങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ബഹുജന സുഖായ ബഹുജന ഹിതായ എന്ന ഉദ്ദേശത്തിൽ മുന്നോട്ട് പോകുന്ന സന്യാസിമാർ, ആ സന്യാസി പരമ്പരയിൽപ്പെട്ട കുറെ ആളുകൾ സനാതനികളല്ല, അധുനാതനികളായ സന്യാസിമാർ ഈ രാജ്യത്ത് ഒരുപാടുണ്ടായിരുന്നു. അവര് കാഷായ വസ്ത്രം ഉപേക്ഷിച്ചിട്ട് പൊതുപ്രവർത്തനത്തിൽ വന്ന അടക്കമുണ്ട്. എൻ്റെ നാട്ടിൽ മുനിയറകളിൽ തപസ് ചെയ്തൊരു സംസ്കൃത പണ്ഡിതനുണ്ടായി. മുനിയറകൾ, പണ്ടത്തെ കല്ലിൻ്റെ ഉള്ളിലെ മുനിയറകൾ, പശുവിനെ കൊണ്ടുപോയിട്ട് അതിൻ്റെ മുന്നിൽ കെട്ടിക്കൊടുത്താൽ അവിടുന്ന് കറന്ന് പാല് കുടിച്ച് നേരിട്ട് അവിടുന്ന് ധ്യാനിക്കും. അയാൾ പിന്നീട് കൊൽക്കത്ത വേദാന്താശ്രമത്തിൽ ശ്രീരാമകൃഷ്ണാശ്രമത്തിലെ സന്യാസി വേദാന്ത അധ്യാപകനായിട്ട് അവിടെ പോയി ഉള്ളൂരിന്റെ വരി വായിച്ചു. തന്നാൽ കരയേറേണ്ടവരെത്ര പേരോ താഴത്തു പാഴ്ചേറിലമർന്നിരിക്കേ താനൊറ്റയിൽ ബ്രഹ്മപദം കൊതിക്കും തപോനിധിക്കെന്ത് ചാരിതാർത്ഥ്യം. താൻ കൈപിടിച്ചുയർത്തേണ്ട പാരതന്ത്ര്യത്തിന്റെയും അജ്ഞതയുടെയും ദാരിദ്ര്യത്തിന്റെയും ചളിക്കുണ്ടിൽ ആണ്ടുകിടക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ കഷ്ടപ്പെടുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് മോക്ഷം പ്രാപിക്കാൻ ശ്രമിക്കുന്ന തപോനിധിക്ക് എന്ത് ചാരിതാർത്ഥ്യമാണ്. ഈ മോക്ഷസങ്കല്പം വലിയ ആപത്തുണ്ടാക്കി നമ്മുടെ രാജ്യത്ത്. അജ്ഞാതമായ മരണാനന്തര ലോകത്തെ മുതലെടുത്തിട്ടാണല്ലോ ഈ ഭൂമിയിലെ മനുഷ്യരെ മുഴുവൻ ചൂഷണം ചെയ്തത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജാഥക്ക് പോകുമ്പോഴും ഇൻകുലാബ് സിന്ദാബാദ് എന്ന് മുദ്രാവാക്യം വിളിക്കുമ്പോഴും സൈഡിൽ വിളക്ക് കണ്ടാ ഇങ്ങനെയാക്കും. എന്താണെന്നറിയാമോ? അഥവാ മരിച്ചു കഴിഞ്ഞിട്ട് അങ്ങ് പോയാൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ജില്ലാ സെക്രട്ടറിയുടെ കത്തെടുക്കില്ലല്ലോ അവിടെ. അതുകൊണ്ടാണ് ഇങ്ങനെയാക്കുന്നത്. ഈ മരിച്ചു കഴിഞ്ഞാലുള്ള ലോകമുണ്ടല്ലോ, ആ ലോകത്തെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടാണ് ഈ മുഴുവൻ തട്ടിപ്പ് ലോകത്ത് നടത്തുന്നത്. നിങ്ങൾ അറിയണം, അജ്ഞാതമായ മരണാനന്തര ലോകത്തെ വെച്ച് ജ്ഞാതമായിരിക്കുന്ന ഇഹലോക ജീവിതത്തെ ചൂഷണം ചെയ്യുന്ന ഭീകരന്മാരാണ് പുരോഹിതന്മാർ. അതെവിടെയും പറയാൻ എനിക്ക് ഒരു പേടിയില്ല, ഭയവുമില്ല. ആ പുരോഹിതന്മാര് എന്തിനിങ്ങനെ പോകുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് തൻ്റെ കാഷായ വസ്ത്രം ഉപേക്ഷിച്ചിട്ട് തലശ്ശേരിയിൽ വന്നിട്ട് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം ഉണ്ടാക്കിയാൽ അദ്ദേഹം ഈഴവനോ തീയനോ ആയിരുന്നില്ല. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിന്റെ സെക്രട്ടറിയായ ആൾ, പ്രസിഡന്റ് ഒരു ബ്രാഹ്മണനായിരുന്നു. ആ ബ്രാഹ്മണൻ പിന്നീട് സുപ്രീം കോടതിയുടെ ജഡ്ജിയായി അയ്യരാണ്, VR കൃഷ്ണയ്യരായിരുന്നു തലശ്ശേരിയിലെ SNDPയുടെ ആദ്യത്തെ പ്രസിഡന്റ്. മാരാർ ജാതിയിൽപ്പെട്ട ഈ മനുഷ്യൻ പിന്നീട് സംസ്ഥാനത്ത് മന്ത്രിയൊക്കെയായി. ആ മനുഷ്യന്റെ ഗ്രാമത്തിനാണ് ഞാൻ വരുന്നത്. ആ മനുഷ്യന്റെ ക്ലാസ്സിൽ നിന്നാണ് വിവേകാനന്ദ ദർശനങ്ങളൊക്കെ ഞാൻ പഠിച്ചത്. പുരാണങ്ങളെ പുനരാഖ്യാനം ചെയ്ത് പുതിയ വിധത്തിൽ മാറ്റി വിമർശനാത്മകമായി പഠിക്കണമെന്ന് പഠിപ്പിച്ചത് അദ്ദേഹത്തിന്റെ പേര് NE ബാലറാം എന്നാണ്. അദ്ദേഹം ജനിച്ച ഗ്രാമത്തിലാണ് ഞാനും ജനിച്ച് ജീവിക്കുന്നത്. മനസ്സിലാക്കും. അപ്പോ അത്തരത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയെ മുഴുവൻ തടസ്സപ്പെടുത്തിക്കൊണ്ട്, വികാസത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തെ ഇരുണ്ട യുഗത്തിൽ കാത്തുരക്ഷിച്ച
ആ സനാതനികളാണ് ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് പ്രാമുഖ്യം നേടിയിരിക്കുന്നത് രാഷ്ട്രീയ രംഗത്ത്. ഈ നാടുവാഴിത്തം, ഈ രാജ്യത്തെ നാടുവാഴിത്തം മുഴുവൻ ഈ സനാതനികളുടെ പേരിൽ. ഹിന്ദു ഉണർന്നാൽ ദേശം ഉണർന്നു എന്ന മുദ്രാവാക്യം കേൾക്കുമ്പോൾ ഈ രാജ്യം ഭരിച്ചത് എത്ര കാലം ഹിന്ദുക്കളായിരുന്നു. തിരുവിതാംകൂർ രാജാക്കന്മാരും കൊച്ചി രാജാവും എൻ്റെ നാട്ടിലെ പഴശ്ശി രാജാവും പ്രഭാകരൻ പഴശ്ശി രാജാവും ചിറക്കൽ രാജാവും തോണ്ടിയവാഹനും വീരപാണ്ഡ്യ കട്ടബൊമ്മനും കൃഷ്ണദേവരായരും പൃഥ്വിരാജ് ചൗഹാനും ചന്ദ്രഗുപ്ത മൗര്യനും എല്ലാം ആരായിരുന്നു? നമ്മൾ ആലോചിക്കുക. അവരൊന്നും ഉണർന്നിട്ട് ഈ രാജ്യം ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് പോയത് എങ്ങനെ? നമ്മുടെ വികാസം, ആന്തരികമായ വികാസം ഉണ്ടായില്ല. അവിടെയാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ബുദ്ധിയുടെയും ശരീരത്തിൻ്റെയും വികാസത്തിനും ആനുപാതികമായി 3 ഘടകങ്ങൾ NPK വിസ്തൃതമായി വളർന്നു വരേണ്ട ആവശ്യകതയാണ് ശിവയോഗിയുടെ ഫിലോസഫിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഏറ്റവും വലിയ പ്രത്യേകത മനസ്സിനെ വളർത്തുവാൻ നമ്മുടെ വിദ്യാലയങ്ങൾക്കും നമ്മുടെ പുതിയ പാഠ്യ സമ്പ്രദായത്തിന് കഴിയുന്നില്ല. ബുദ്ധി വളരുന്നുണ്ട്, ശരീരവും അതിൻ്റെ ഭക്ഷണവും അതിൻ്റെ സൗകര്യങ്ങളും അതിൻ്റെ സൂംബ ഡാൻസും ഒക്കെ ഗംഭീരമാവുന്നുണ്ട്. പക്ഷെ മനസ്സിനെ വളർത്തുന്നുണ്ടോ? അതാണ് ചോദ്യം. പഹൽഗാമിന് വെടിയേറ്റ് കുറെ ആളുകളെ വെടിവെച്ച് കൊന്ന ആ ഭീകരന്മാരിൽ നല്ല വിദ്യാഭ്യാസമുള്ളവരുണ്ട്. കേരളത്തിൽ വന്നിട്ട് ഡിഗ്രി പാസ്സായി പോയവനടക്കമുണ്ട് ആ വെടിവെച്ച് കൊന്ന പ്രതികളുടെ ലിസ്റ്റ്. അതിബുദ്ധിമാന്മാരാണ് അവർ. അതുകൊണ്ടാണ് ഇത്ര ദിവസമായിട്ട് അവരെ പിടിക്കാൻ പറ്റില്ല. ബുദ്ധിയിലേക്ക് പിടിക്കൂലേ? ഈ മുഴുവൻ പോലീസ് വലിച്ചു പെറുക്കിയിട്ടും അവരെ പിടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ അവർക്ക് മനസ്സുണ്ടായിരുന്നില്ല, സ്നേഹമുണ്ടായിരുന്നില്ല, ദയുണ്ടായിരുന്നില്ല. എന്നാൽ 8ാം ക്ലാസ് പാസ്സാവാത്ത ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ കേരളത്തിൽ മരിച്ചുപോയ ആ വെടിയേറ്റ് മരിച്ച ആ ചെറുപ്പക്കാരൻ്റെ ഭാര്യ പറഞ്ഞു, ഞങ്ങളെ ബാക്കിയുള്ളവരെ ദൈവത്തെ പോലെ രക്ഷപ്പെടുത്തിയത് ആ മുസ്ലിം ചെറുപ്പക്കാരനാണ്. 8ാം ക്ലാസ് പാസ്സാവാത്ത ആ ചെറുപ്പക്കാരൻ മനസ്സുണ്ടായിരുന്നു. അവിടെയാണ് ശിവയോഗിയുടെ ദർശനത്തിൻ്റെ പ്രസക്തി. ബുദ്ധിയും ഭൗതിക സുഖസൗകര്യങ്ങളും വളർത്തുന്നതിന് ആനുപാതികമായി മനസ്സും വളരേണ്ടത് ആവശ്യകതയാണ്. ഈ കാര്യം പുതിയ തലമുറയെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് വിദ്യാലയങ്ങളിലേക്ക് പോകണം, അധ്യാപകരിലേക്ക് പോകണം. മനസ്സ് വളർത്തിയെടുക്കാനുള്ള പ്രക്രിയ, അതാണ് ശിവയോഗി പ്രധാനമായിട്ട് ശ്രദ്ധിച്ചത്. ശരീരവും ബുദ്ധിയും മനസ്സും ഒരുമിച്ച് പോകണം. അത് മനസ്സ് വളരാത്ത, ബുദ്ധിയും മനസ്സും ആനുപാതികമായി വളരാത്തതിൻ്റെ പേരിലാണ് 45 വർഷമായി ഇന്ത്യയുടെ രാഷ്ട്രീയ നഭോമണ്ഡലം 1.5 അടി നീളമുള്ള ഒരു വസ്തുവിനെ കേന്ദ്രീകരിച്ചാണ്. അത് ഇടതുപക്ഷമാവട്ടെ വലതുപക്ഷമാവട്ടെ എല്ലാവരും അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അതിൻ്റെ പറയുകയുടെ ചർച്ചയായിരുന്നു. അല്ലേ? ആ 1.5 അടി നീളമുള്ള സാധനത്തെ പറ്റിയിട്ട് കൃത്യവും വ്യക്തവുമായി പറഞ്ഞത് കേട്ടിട്ടുണ്ടോ? അഗ്നിർദേവോ ദ്വിജാദീനാം മുനീനാം ഹൃദിദേവതം പ്രതിമാം അപ്രബോധീനാം സർവത്ര സമദർശിനാം. ബ്രാഹ്മണർക്ക് അഗ്നിയിലാണ് ദൈവം, തീയിലാണ്. അവർ ഈ അഭിഷേകവും പൂജയൊക്കെ നടത്തുന്നത് നമുക്ക് വേണ്ടി വരുമാനം ഉണ്ടാക്കാൻ ചെയ്യുന്നതാണ്. അവരുടെ ഹോമമാണ് അഗ്നിയിൽ ഹവിസ് സമർപ്പിക്കുക. മുനിമാർക്ക് ഹൃദയത്തിലാണ് ദൈവം. പ്രതിമാം അപ്രബോധീനാം, വിവരമില്ലാത്ത പൊട്ടന്മാർക്ക് പ്രതിമയിലാണ് ദൈവം. കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പ്രതിമാം അപ്രബോധീനാം സർവത്ര സമദർശിനാം. സമദർശികൾക്ക് എല്ലായിടത്തും ദൈവമാണ്, എല്ലായിടത്തും ദൈവമാണ്. ഈശാവാസ്യം ഇതം സർവം. ഈ അപ്രബോധികളുടെ ആ ദൈവമുണ്ടല്ലോ, അതാണ് ബാബറി മസ്ജിദിന്റെ അകത്ത് ഒരു മലയാളി കൊണ്ടുപോയി ഇട്ടത് 1.5 അടി നീളത്തിൽ. ആ വിഗ്രഹത്തെ കേന്ദ്രീകരിച്ച് 45 വർഷമായി ഇന്ത്യൻ രാഷ്ട്രീയം. ഏത് തെരഞ്ഞെടുപ്പിലും ബാബറി മസ്ജിദും അയോധ്യയാണ് ചർച്ച. അല്ലേ? രാജ്യത്താകമാനം അതിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരുമെല്ലാം നമ്മുടെ ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നമോ വിദ്യാഭ്യാസ പ്രശ്നമോ ദാരിദ്ര്യ പ്രശ്നമോ നാടിന്റെ വികസന പ്രശ്നമോ എല്ലാം മറന്നിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രസംഗങ്ങളിലും ലേഖനങ്ങളിലുമെല്ലാം 70% സ്പേസും പിടിച്ചടക്കിയത് ഈ 1.5 അടി നീളമുള്ള ശ്രീരാമ വിഗ്രഹമായിരുന്നു എന്നത് ഇന്ത്യ രാജ്യത്തിന്റെ എത്ര വലിയ ഗതികേടാണ്. നിങ്ങൾ ആലോചിച്ചു, എത്ര വലിയ ഗതികേടാണ്. ആ അപ്രബോധികളുടെ എണ്ണം വർദ്ധിക്കുന്നു നമ്മുടെ രാജ്യത്ത്. ആ അപ്രബോധികളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴാണ് ഇവിടെ VT സാറും ധർമ്മരാജ് സാറും ഒക്കെ പറഞ്ഞിരിക്കുന്ന പഴയത് മുഴുവൻ സത്യവും പുതിയതല്ല അബദ്ധവും എന്ന മട്ടിൽ ഉള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ രാജ്യത്ത്. വിഡ്ഢിത്തങ്ങൾ എഴുന്നള്ളിക്കുന്നു കുറേ ആളുകൾ.
എല്ലാം പഴയതിൽ. ജടയുടെ സംസ്കാരം പനയോലക്കെട്ടൊക്കെ പൊടികെട്ടി പുഴുകുത്തി ചിതലുമുറ്റി ചികയുന്നോ ചിരിവരും ചിലതിനിയുമുണ്ടെന്നോ ചിതയിലെ കവയെടുത്തെറിയൂ വേഗം എന്ന് പാടിയ ചങ്ങമ്പുഴയുടെ നാട്ടിൽ ആണിപ്പോ പഴയത് മുഴുവൻ സത്യവും പുതിയത് മുഴുവൻ അബദ്ധവും എന്ന് പറഞ്ഞിട്ട് കൂടിയാണ്. അപ്പൊ ആ 1.5 അടി നീളമുള്ള ആ വിഗ്രഹത്തെ കേന്ദ്രീകരിച്ച ഇന്ത്യൻ ഫിലോസഫിയെ മാറ്റിയിട്ട് അവനവന്റെ മനസ്സിന്റെ വിശാലതയിലേക്ക് കൊണ്ടുവരണം കഴിയട്ടെ. ചാതുർവർണ്ണ വ്യവസ്ഥ, ആ ചാതുർവർണ്ണ വ്യവസ്ഥ ഇന്നലത്തെ പത്രത്തിൽ നിങ്ങൾ വായിച്ചോ? കർണാടകത്തിൽ ഒരു അമ്പലത്തിൽ ഒരു സ്കൂളിൽ പാചക തൊഴിലാളിയായിട്ട് ഒരു ജോലി കിട്ടിയ ഒരു സ്ത്രീക്ക് അവൾ ദളിതയായി. പിറ്റേ ദിവസം ആ സ്കൂളിലെ മുഴുവൻ രക്ഷിതാക്കളും അവരുടെ കുട്ടികളുടെ TC വാങ്ങിപ്പോയി കളഞ്ഞു എന്നാണ് ഇന്നലത്തെ പത്രത്തിലെ വാർത്തയാണ്. ഒരു കുട്ടി ബാക്കിയായി. ഒരു കുട്ടി ഒഴിച്ച് ബാക്കി എല്ലാവരും TC വാങ്ങിപ്പോയി. ഏത് നൂറ്റാണ്ടിൽ ChatGPTയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിൽ മിനിഞ്ഞാന്നത്തെ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു വാർത്ത, ഒരു MP പ്രസംഗിക്കുന്ന വേദിയിലേക്ക് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെ വേദിയിൽ കയറ്റാൻ അനുവദിച്ചില്ല. കാരണം അദ്ദേഹം പട്ടികജാതിയിൽപ്പെട്ട ആളായതുകൊണ്ട് ഇനി അവിടെ നിന്നാൽ മതി, ഇങ്ങോട്ട് കയറണ്ട എന്ന് MP പറയുന്നതിന്റെ വീഡിയോ കണ്ടിട്ട് പോലും നമ്മുടെ രാജ്യത്ത് അതൊരു വിഷയമല്ല. എന്തൊരു ഗതികേടാണ്! പാർലമെന്റ് എന്ന് പറയുന്നത് 2 സഭകളെയും ഒരുമിച്ച് അഭിസംബോധന ചെയ്യേണ്ടതാരാ? ഇന്ത്യൻ പ്രസിഡന്റാണ്. ആ പാർലമെന്റിന്റെ പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്യാൻ ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റിന് അർഹതയില്ല. കാരണം അവരും ദളിതയാണ്, അവരൊരു സ്ത്രീയാണ്, അതിനു പുറമെ ഒരു വിധവയാണ്. ഇത് 3 അയോഗ്യത കൊണ്ടാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ യോഗ്യതകളൊന്നുമല്ല, ചാതുർവർണ്ണയത്തിന്റെ യോഗ്യതകളാണ് പ്രധാനം. ഇവിടെ അക്ഷരമുള്ള ഈ രാജ്യം തകർന്നു പോയത് എന്തുകൊണ്ടാണ്? കർമ്മത്തെയും ചിന്തയെയും ചാലിച്ചു ചേർക്കാത്തത് കൊണ്ടാണ്. ഞാനിപ്പോൾ A+കാർക്ക് സ്വീകരണം നടത്തുന്ന സ്കൂളുകളിലെല്ലാം ഞാൻ പോയി ചോദിക്കാറുണ്ട്, ഇന്ത്യ കണ്ട ആദ്യത്തെ A+കാരനാരാണ്? അവരോട് ചോദിച്ച് അവർ പലരും ചിന്തിച്ചു, ഒന്നും ഉത്തരം പറയുന്നില്ല. അവസാനം ക്ലൂ കൊടുക്കും. ആ A+കാരുടെ ചിത്രം നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും പോക്കറ്റിലും ബാഗിലും വാനിറ്റി ബാഗിലെല്ലാം ഉണ്ട് എന്ന് പറയുമ്പോഴാണ് അവർ സംശയത്തോടു കൂടി ഗാന്ധി എന്ന പേര് പറയുന്നത്. എന്തുകൊണ്ടാണ് ഗാന്ധി A+ ആയത്? പ്ലസ് എന്ന ചിഹ്നം എങ്ങനെയുണ്ടായി? ഗ്രാഫ് വരയ്ക്കുമ്പോൾ X ആക്സിസ് എന്നത് ഇങ്ങനെയുള്ള വര X ആക്സിസും ഇങ്ങനെയുള്ള വര Y ആക്സിസുമാണ്. X ആക്സിസ് രേഖപ്പെടുത്തേണ്ടത് കർമ്മവും Y ആക്സിസിൽ രേഖപ്പെടുത്തേണ്ടത് ചിന്തയുമാണ്. ചിന്തയും കർമ്മവും മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ അർത്ഥം എനിക്ക് പറഞ്ഞു തന്ന മനുഷ്യൻ അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ട്. സുകുമാർ അഴീക്കോടിന്റെ ഒരു പ്രസംഗത്തിലാണ് കർമ്മചിന്ത ഗാന്ധിയാണ് കരംചന്ദ് ഗാന്ധി. കർമ്മവും ചിന്തയും ചാലിച്ചു ചേർത്ത ഗാന്ധി, കരംചന്ദ് ഗാന്ധി എന്ന് അദ്ദേഹമാണ് പറഞ്ഞു തന്നത്. അവിടെയാണ് പ്ലസ് ഉണ്ടാവുന്നത്. ആ ഗാന്ധിയെ വേണ്ട. ആ ഗാന്ധി ഇന്ത്യൻ നവോമണ്ഡലത്തിൽ അദ്ദേഹം രാമരാമ മന്ത്രത്തെ ഉപയോഗിച്ചു. കാരണം അദ്ദേഹം ഇന്ത്യ രാജ്യത്ത് ബഹുഭൂരിപക്ഷ ആളുകളും രാമരാമ എന്ന് ജപിക്കുന്നവരാണ്. രാമരാമ എന്ന് ജപിക്കുന്ന രാമൻ ഏതാ? രാമൻ ദശരഥപുത്രനായ രാമന് മുമ്പ് ഒരു രാമൻ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. അതേതാ രാമൻ? രാശബ്ദോച്ചാരണ മാത്രേണ മുഖാന്തിര്യന്തി പാതക പുനഃപ്രവേശ ഭീര്യാജ മകാരച്ചക്കവാടവേ. രാ എന്ന് ഉച്ചരിക്കും വേളയിൽ ഉള്ളിലെ മഹാപാപങ്ങൾ പുറത്തേക്ക് പോവുകയും പുറത്തുപോയ പാപങ്ങൾ തിരിച്ചകത്ത് പ്രവേശിക്കാതിരിക്കാൻ മ എന്ന് വായ കൂട്ടുകയും ചെയ്യുന്ന രാമനാണ് ആ രാമൻ. അല്ലാതെ നിന്റെ ഈ കലിപ്പൻ രാമനല്ല. ഇപ്പൊ അടുത്ത കാലത്ത് ഇറങ്ങിയ ദൈവങ്ങളുടെ ചിത്രം കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കണം, വളരെ ഭീകരമാണ്. കലിപ്പൻ രാമനാണ്, കലിപ്പൻ ഹനുമാനാണ്. ശാന്താകാരം ഭുജകശയനായിരിക്കുന്ന സമാധാനത്തിൽ നിൽക്കുന്ന ദൈവങ്ങളുടെ ചിത്രങ്ങൾക്കും വിഗ്രഹങ്ങൾക്കും പകരം തുറിച്ചു നോക്കുന്ന, കത്തിജ്വലിച്ചു നിൽക്കുന്ന വിദ്വേഷത്തിന്റെ രാമനാണ്, വെറുപ്പിന്റെ രാമനാണ്. നമ്മുടെ പുരാണങ്ങളെല്ലാം യുദ്ധത്തിന്റെ കഥകളാണ്. സ്നേഹത്തിന്റെ കഥകൾ ഒരു പുരാണത്തിലില്ല. അക്രമത്തിന്റെ കഥകളാണ്. എന്നിട്ടൊന്നും ഈ യുദ്ധങ്ങൾ കൊണ്ടൊന്നും നേടിയിട്ടില്ലെന്ന് പറഞ്ഞിട്ടും ശാന്തിയിലേക്ക് പോകണമെന്നല്ല ഇപ്പൊ പുതിയ അഭിനവ ദൈവ വൈതാളികന്മാർ
വെറുപ്പാണ് ദൈവമെന്ന് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇത് നമുക്ക് നല്ല അവസരമല്ലേ? നമുക്ക് കെട്ടകാലം എന്ന് പറയുമെങ്കിലും ശിവയോഗിയുടെ ശിഷ്യന്മാർക്ക് ഇത് നല്ല കാലമാണ്. വെറുപ്പല്ല ദൈവം, സ്നേഹമാണ് ദൈവം എന്ന് പറയാൻ, മനുഷ്യത്വമാണ് നിങ്ങളുടെ യോഗ എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അവസരം ഇപ്പോഴാണ്. അത് പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളുണ്ടാവും. ബ്രാഹ്മണോ മമ ദൈവതം, ധർമ്മരാജാകാട്ടത്തിന്റെ പുസ്തകത്തിൽ, ഞാനത് ആദ്യം കേട്ടത് വീട്ടിയുടെ പുസ്തകത്തിലാണ്. ബ്രാഹ്മണോ മമ ദൈവതം, ദൈവാധീനം ജഗത്പത്രം സർവം മന്ത്രാധീനം തു ദൈവതം, മന്ത്രം ബ്രാഹ്മണാധീനം ബ്രാഹ്മണോ മമ ദൈവതം. ഇതാരെഴുതിയത്? അവരെന്നെ എഴുതി. ആരാ ബ്രഹ്മാവിന്റെ മുഖത്തു നിന്ന് ബ്രാഹ്മണനെ സൃഷ്ടിച്ചു എന്ന് എഴുതിയതാരാ? ബ്രാഹ്മണൻ. പിന്നെ മറ്റേ കൂട്ടർക്കും കൂടി കൊടുക്കേണ്ടത് വെച്ച് ക്ഷത്രിയൻ കഴിയുന്നു, തൊടേന്ന് വൈശ്യൻ, കാലിലടിയിൽ ശൂദ്രൻ. പക്ഷെ പുതിയ കുട്ടികൾ ചോദ്യം ചെയ്തു. എൻ്റെ നാട്ടിൽ നിന്നൊരു സ്കൂളിലെ കുട്ടി, 7ാം ക്ലാസ്സിലെ കുട്ടി ചോദിച്ചു, ബ്രഹ്മാവിന്റെ ഭാര്യയല്ലേ മാഷെ സരസ്വതി? അതെ. പിന്നെ ഓക്കെന്തായിരുന്നു വഴി? ഒരു കുട്ടി ചോദിച്ചു, കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി.